ഹായ് അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്, നല്ല ചൂടാണല്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ പാരവെപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത് നമ്മൾ ചായക്കട ഉണ്ടായിരുന്നല്ലോ, ചായക്കട ഞാൻ മെയിൻ നിർത്തിയതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചായക്കട കുട്ടികളെ വെച്ച് കൊണ്ട് നടക്കുന്നത് ചിലർക്കൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുക്കിങ്ങിന് ഒരാളെ വെച്ചിട്ട് തുടങ്ങണ്ടെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം വേറെ ഒരാൾ വന്നിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ആൾക്കാർക്ക് മതിയായി. എന്താ പറയുക, നമ്മളെ കഞ്ഞിയിൽ പൂയി വാരിടുക എന്ന് പറഞ്ഞ മാതിരി. ഇക്കാക്കാണെങ്കിൽ നടത്താനും വയ്യ. പിന്നെ എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡ് വിളിച്ചിട്ട് വേറെ ഹോട്ടലിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ടോ. അത് വേറൊരു ഇഷ്യൂസ്. നമ്മൾ വേറൊരു വിവാഹ ജീവിതത്തിലോട്ട് വന്ന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആദ്യത്തെ ഹസ്ബൻഡ് നമ്മളെ രണ്ടാമത്തെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡിനെ വിളിക്കുക, പിന്നെയും നമ്മളെ പുറകെ വരിക, പിന്നെയും നമ്മളെ വാച്ച് ചെയ്യുക. എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളതിനെ ഒറ്റപ്പെടുത്തുക, വിടക്കാക്കി തനിച്ചേക്കുക. പേടിക്കാൻ ആരുമില്ലല്ലോ, ചോദിക്കാനും പറയാൻ ആളില്ലല്ലോ, പടച്ച റബ്ബല്ലാതെ വേറെ ആരുമില്ലല്ലോ. അപ്പോൾ നമ്മളെ ജീവിക്കുമ്പോൾ നമ്മളെ എണ്ണേനെ വെറുപ്പിക്കുക. പിന്നെ ഒന്നാമത്തെ എൻ്റെ അമ്മ മാനസികമായിട്ടുള്ള ഒരു പേഷ്യൻറ്റും കൂടിയാണ്. അപ്പോൾ ചാടി കയറി തലയിൽ കയറി ചവിട്ടി താത്താനുള്ളൊരു എന്തായി ലൈസൻസായി. ഞങ്ങളെല്ലാം വാപ്പല്ല, ഉമ്മ മാനസിക രോഗി. പിന്നെ വേറെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരും നമുക്കില്ല. എൻ്റെ ഉപ്പാൻ്റെ ആൾക്കാർ ആരുമില്ല. പല സഹോദരിമാരായിരുന്നു, അവരൊക്കെ മരണപ്പെട്ടു. അപ്പോൾ ആ ഭാഗത്തൊന്നുമില്ല, ഉപ്പയും ഇല്ല. ഉപ്പ 8-ാം വയസ്സിൽ എന്നെ വിട്ട് പോയി. അന്ന് തുടങ്ങിയ കഷ്ടപ്പാടാണ് മക്കളെ. എൻ്റെ കഷ്ടപ്പാട് ഇന്നും തീർന്നിട്ടില്ല. 13 വയസ്സിൽ തുടങ്ങിയാണ് നമ്മൾ പാത്രം കഴുകാൻ പോക്കും, വീട്ടു ജോലിക്ക് പോക്കും. അന്ന് ഈ മെൻറ്റാലിറ്റി ഉള്ള എൻ്റെ ഉമ്മൻ്റെ കൂടെ ഉണ്ട്. ഈ ഉമ്മാനെ നോക്കാൻ ആരുമില്ല. അന്നും ഞാൻ തന്നെ നോക്കുന്നു, ഇന്നും ഞാൻ തന്നെ നോക്കുന്നു. യൂട്യൂബിൽ വന്നപ്പോൾ 1-2 ക്രിമികീടങ്ങളുണ്ട്. നമ്മളെ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇട്ടിരുന്നു. ഷെമി ഷാ, അത് ID ഒരു ചാനൽ ID ആണ്, വേറെ IDയിൽ വന്നതാണ്. അവർക്കൊരു ചാനലുണ്ട്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനൽ, അങ്ങനെ പറയാം. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ചാനലിൻ്റെ പേരെന്തായാലും ഞാൻ ഇവിടെ വ്യക്തമാക്കി പറയുന്നില്ല, അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. അപ്പോൾ എവിടെയും ഉണ്ടാവും ഒരാൾ അസൂയ, നമ്മൾ നന്നാവുന്ന നേരാവുന്ന ജീവിക്കുന്നത് കാണുമ്പോൾ. അതുപോലെയുള്ളൊരു അസൂയ നമ്മളെ ആദ്യത്തെ എന്താ പറയുക, ആദ്യമായി നമ്മളെ ജീവിതത്തിലേക്ക് വന്ന് ഹലാലാക്കി ഇണയാക്കി തുണയാക്കി ജീവിക്കാൻ വേണ്ടിയിട്ട് ആണ് ചെയ്തത്. പക്ഷേ ഇവൾക്ക് ചോദിക്കാനും പറയാനും ആരില്ല. അപ്പം അങ്ങ് കുതിര കയറാന്ന് വിചാരിച്ചു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ജീവിക്കുമ്പോൾ ഞാൻ എന്തായാലും സ്വർണ്ണക്കട്ടയാണോ നമ്മളോട് അസൂയ പോകുന്നത് നമുക്കറിയില്ല. ഞാൻ കുട്ടികളായിട്ട് കടയിലുണ്ടെങ്കിൽ ചായ കുടിക്കാൻ കയറൂല എന്ന് പറയുന്നത് 1-2 വ്യക്തികൾ മാത്രം. ആരാണെന്ന് ഞാൻ പേര് ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. ആ ആള് 2-3 മാസങ്ങൾക്ക് മുന്നേ കുട്ടികളൊക്കെ അറിയാണ്, കുട്ടികൾ കടയിൽ കുട്ടികളായിട്ട് നിൽക്കുകയാണ്. ഞാൻ എൻ്റെ മക്കളെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ജീവിക്കണ്ടേ. ഈ പറഞ്ഞ ആൾക്ക് ചിലവിന് വരുമോ? എൻ്റെ മക്കളെ പിന്നെ ഞാൻ എൻ്റെ കൂടെ നിർത്തി സംരക്ഷിക്കല്ലാതെ എന്ത് ചെയ്യും? ഞാൻ രാവിലെ കടയിലേക്ക് പോകല്ലാതെ എന്താ ചെയ്യുക? ചെറിയ കുട്ടികളാണെന്ന് വെച്ചിട്ട് നമുക്ക് ജോലിയൊന്നും നിർത്തണ്ടേ? വേറൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകാനോ അതാക്കാനോ നമുക്ക് കഴിയില്ല, അമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മളൊരാളെ വെച്ചൊക്കെ കൊണ്ടുനടക്കാനേ നമുക്ക് കഴിയുള്ളൂ. അതിന് സമ്മതിക്കില്ല, ചിലർ ജീവിക്കാനേ സമ്മതിക്കില്ല. ഇവരൊക്കെ കാലിൻ്റെ ചോട്ടിലോട്ട് ചെല്ലണം, അങ്ങനെയുള്ളൊരിതാ. ഈ കട ഞാൻ പരിചയപ്പെടുത്തിയ ഒരു ഡ്രൈവർ ഇട്ട്, ആ ഡ്രൈവർക്ക് എന്നെ ഇവിടെ നിന്ന് ഓടിക്കണം. ഇന്നത്തെ ലൈവ് നിങ്ങൾക്ക് കണ്ടാൽ ഒരു വ്യക്തി അതിൽ പറയുന്ന ഒരു വോയിസ് നിങ്ങൾക്ക് കേൾക്കാം. ഇന്ന് ഉച്ചക്ക് വന്ന ലൈവിലുണ്ട്. ആ ലൈവിൽ ആ ഒരു വോയിസ് ഉണ്ട്, ഒരു വ്യക്തി പറയുന്നത്. ആ വോയിസ് നിങ്ങൾക്ക് കേൾക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. എൻ്റെ തൂമ്പ് ഉള്ളാണ് അത്രേ. ഇതൊക്കെയാണ് പറയുന്നത്. കുറേ ആളുകളോട് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. അതായത് എന്നെ തനിച്ചാക്കി വടക്കാക്കാൻ പറ്റാത്തതിൻ്റെ അസൂയ നമ്മളതിന് കിട്ടിയില്ല. നമ്മൾ സ്റ്റേണായിട്ട് നിന്നു, അതിൻ്റെ ഒരു വിഷയം. എന്തായാലും ഒരു പെണ്ണിനെ ഇങ്ങനെയുള്ള ആളുകൾക്ക് കാലിൻ്റെ ചോട്ടിൽ ചവിട്ടി ഇറക്കാൻ കിട്ടണം, ജീവിക്കാൻ സമ്മതിക്കൂല എന്നെ എനിക്കറിയാൻ വയ്യേ. എന്തിനാണ് എന്നോട് എത്ര അസൂയ? നമ്മളങ്ങ് ചാഞ്ഞ മരമായി പോയാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ അതിനൊക്കെ കൂട്ടി നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ചീത്തപ്പേരുമില്ല, വടക്കാക്കലുമില്ല, തനിച്ചാക്കലുമില്ല. ഒറ്റപ്പെടുത്തി നോക്കിയിട്ട് ഒരു പെൺകുട്ടീനെ അവർ ഉദ്ദേശിച്ച കാര്യത്തിന് കിട്ടിയിട്ടില്ല എങ്കിൽ ഇവരെന്തിനു ശ്രമിക്കും? ഇവൾക്കുള്ള ചീത്തപ്പേരുണ്ടാക്കിയിട്ട് വടക്കാക്കി തനിച്ചാക്കാൻ നോക്കും. അത് ആടിൻ്റെ ആദ്യത്തെ കെട്ടിയാനും ശ്രമിച്ചു. എന്നിട്ട് അവരെ കാൽ കീഴിലിട്ടിട്ട് ചവിട്ടി അരക്കാൻ നോക്കുക. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇപ്പോഴും ഈയിടെ അടുത്ത കാലത്ത് എൻ്റെ മകൾക്ക് ഞാൻ അതിൻ്റെ തെളിവ് കൊടുത്തു. അപ്പോൾ പിന്നെ എങ്ങനെ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്ത് ജോലി എടുത്ത് ജീവിക്കുകയാണെന്ന് കാണുമ്പോൾ, ഇപ്പോൾ വീഡിയോയിൽ കൂടെ ഒക്കെ കാണുന്നുണ്ടല്ലോ, അപ്പോൾ വീണ്ടും ഉടലെടുത്തു അസൂയ. എന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഒരു ചരിത്രം? ഇങ്ങനെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ? ആദ്യത്തെ വിവാഹബന്ധം നമ്മൾ ഒഴിഞ്ഞു, പ്രശ്നങ്ങളായി, വീടിനും പ്രശ്നങ്ങളും സ്വർണ്ണത്തിൻ്റെ പ്രശ്നങ്ങളും, ആ സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് പിന്നെ അവസാനം നമ്മളെ എൻ്റെ ഒപ്പം വാങ്ങിയ വീടിൻ്റെ പറമ്പിൻ്റെ മുകൾക്കാണ് തിരിഞ്ഞത്. അത് വിൽക്കാൻ നോക്കി, വിൽപ്പന കരാർ എഴുതി നടു റോട്ടിൽ എൻ്റെ ഏരിയയിൽ വന്നിട്ട് തന്നെ മകൾക്ക് സുഖമല്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, നീ വാറിന് ഒരു ടാക്സി കാർ വന്നു. ആ ടാക്സി കാറിൽ 2-3 ആണുങ്ങളും വേറെ ഒരു കൂടെ 2-3 പേരുണ്ടായിരുന്നു. ബലമായി പിടിച്ചുണ്ടാവും നോക്കി, പോലീസ് കേസായി, വനിതാ കമ്മീഷന് കേസായി. ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. എന്നിട്ട് ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. എന്ന് വെച്ചാൽ പഠിച്ചവൻ്റെ കാരണം ഉണ്ടെങ്കിൽ നമ്മളെവിടെ നിന്നും
പടച്ചം കൊടുക്കൂല. ആ അറ്റത്ത് കൊടുത്താൽ നമ്മൾ രക്ഷപ്പെടുത്തി തരും. അങ്ങനെ ആദ്യം നിന്നൊക്കെ രക്ഷപ്പെട്ട് പോകുന്നു, കേസും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ കുറച്ച് നാട്ടിൽ ഹോട്ടൽ നടത്തി. എന്നിട്ട് അവിടുന്ന് ഞാൻ കൊറോണ സമയത്ത് ഹോട്ടലുകളൊന്നും നടത്താൻ കഴിയാത്തൊരവസ്ഥ വന്നു. എന്നിട്ട് അവിടുന്ന് ഞാൻ ഈ മലപ്പുറത്ത് വീട്ടു ജോലിക്ക് വന്ന് നിന്നിട്ട് ഇവിടെ നിന്ന് ജീവിക്കാൻ 6 വർഷത്തോളമായി ഞാൻ വീട്ടു ജോലിക്ക് വന്ന് ഇവിടെ നിൽക്കുന്നു. എന്നിട്ട് പിന്നെ ഹോട്ടലുമൊക്കെ തന്നെ തിരിഞ്ഞു, ഹോട്ടലിൽ തന്നെ ഇട്ടു. എന്നുവെച്ചാൽ നമ്മൾ അന്നാണ്, നമ്മൾക്ക് അറിയാവുന്ന ഒരു പണിയാണത്. അപ്പോൾ കുക്കിങ്ങിന് ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് നടത്താൻ പറ്റണം. അപ്പോൾ ഈ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അസൂയ. അപ്പോൾ വീണ്ടും എൻ്റെ അക്കാനെ ഫോണിലോട്ട് വിളിച്ചിട്ട് ടോർച്ചർ ചെയ്യുക. അവൾ മോശമാണ്, അവളെവിടെ? എനിക്കറിയില്ല. നീ എന്തിനാ ചോദിക്കുന്നത്? നീ എന്തിനാ എന്നെ വിളിച്ച് എന്ന് ചോദിച്ചാൽ ഓളെ എങ്ങനെയാണ്, ഓൾ ഇങ്ങനെയാണ്, ഓളെ വിസയിക്കണം കേട്ടോ. ഞാൻ അതല്ലേ ഓളായിട്ട് ഒഴിവാക്കിയത്, ഓലായിട്ട് ഒഴിവാക്കിയതല്ല എന്നെ. ഞാൻ ഇങ്ങനെയാണ് സംഭവിച്ചത്. എന്നെ ബലമായിട്ട് പിടിച്ചുകൊണ്ടുപോയി വിൽപ്പനക്കാരൊക്കെ എഴുതി എൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ നോക്കി. ഇന്നും കിടക്കുന്നുണ്ട് വനിതാ മിഷൻ കേസ്. ഞാൻ കേസ് നടത്തുന്നില്ല എന്നുള്ളൂ. അവനക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, കേസൊന്ന് സ്റ്റോപ്പാക്കണം, ഞാൻ സ്വർണ്ണം പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് അദാലത്ത് വെച്ച് പിരിഞ്ഞതാ. എന്നിട്ട് ഇത്രയും വർഷമായി എനിക്ക് എൻ്റെ അമ്മാൻ്റെ അസുഖം കാരണം എനിക്ക് കോടതിയും കേസായിട്ട് നടക്കാൻ കഴിയില്ല. ഞാൻ ജീവിക്കാനാണ് നോക്കിയത്. കുറേ കോടതിയും കേസായിട്ട് നടന്ന് നമ്മൾ ഭാവി കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു പെണ്ണിനൊന്നും നീതി കിട്ടൂല. പണം ഉണ്ടെങ്കിൽ എവിടെ നീതിയുണ്ട്? ഞാൻ അനുഭവിച്ചറിഞ്ഞ ആളാണ്. പണം ഉണ്ടെങ്കിൽ ഏത് കോടതിയിൽ ഏത് പോലീസ് സ്റ്റേഷനിലും ഒരു പെണ്ണിന് നീതിയുണ്ട്. ഒരു പെണ്ണിന് ആരുമില്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് പോലും നീതി കിട്ടൂല. ഇന്ന് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒരു പെണ്ണിന് നീതിയില്ല. ഇന്ന് എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാനുണ്ടായ കാരണം ഞാൻ എൻ്റെ ജീവിതം ആത്മഹത്യ ചെയ്ത് അവസാനിപ്പിക്കില്ല, എനിക്ക് ജീവിക്കണം. അതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് തുറന്ന് പറയുന്നത്. ഏതൊരു പെൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇവരൊന്നും കാൽക്കൈയിൽ നിന്ന് കൊടുക്കരുത്. നമ്മൾ അതിജീവിച്ചേ പറ്റൂ. പുറത്തോട്ട് ഇറങ്ങി പറയണം, ജീവിക്കണം തെളിവോടുകൂടി. ഇവരെ മുന്നിലൊന്നും ചവിട്ടി ഇറക്കാൻ നമ്മൾ നിന്ന് കൊടുക്കരുത്. ജീവിച്ചേ പറ്റുള്ളൂ.